ഇവിടെ വന്നിരിക്കുവാണോ? വല്ലതും കഴിക്കണ്ടേ? ഒന്നും വേണ്ട സിദ്ധു, വിശക്കുന്നില്ല. ഇല്ലെങ്കിലും കുറച്ച് കഴിക്കണം. അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ല. ഞാൻ കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്. വാ ദേവിക്ക്, എണീക്ക്, ഞാൻ വിളമ്പിത്തരാം. വേണ്ട സിദ്ധു, വേണ്ടിട്ട്. ഇന്നലെ രാത്രി മുതലൊന്നും കഴിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. അച്ഛനും പട്ടിണി കിടക്കാണെന്ന് ഓർക്കണം. മരുന്ന് കഴിക്കുന്ന ആളാ. വെറും വയറ്റില് ഗുളികൾ കഴിക്കാൻ പറ്റുമോ? എന്നാ അച്ഛൻ എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കാവോ? എനിക്ക് വേണ്ട. അതൊന്നും ശരിയാവില്ല ദേവികെ. നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. എന്ന് വെച്ച് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? പ്രേമിച്ചുണ്ടാക്കി തന്ന കഞ്ഞിയ, കുറച്ചു കുടിക്കേ. സിദ്ധു, അല്ലെങ്കിൽ ഞാനൊരു പ്ലേറ്റിൽ എടുത്തിട്ട് വരാം. വേണ്ട. എന്നാ എണീക്ക്, ഞാനൊന്നും കഴിച്ചിട്ടില്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. എണീക്ക് ദേവികെ. അച്ഛാ, നമുക്ക് കുറച്ച് കഞ്ഞി കുടിച്ചാലോ? വേണ്ട മോനെ. എല്ലാവരും അച്ഛനെയും കാത്തിരിക്കുക. അച്ഛൻ വേണ്ടെന്ന് വെച്ചാൽ ആരും എന്നൊന്നും കഴിക്കില്ല. അകത്തേക്ക് ഇറങ്ങണ്ടേ? അച്ഛൻ കുറച്ച് കഴിച്ചാൽ മതി. പേരിന് മരുന്ന് കഴിക്കാനുള്ളതല്ലേ. എനിക്ക് അതെ, അതെ, ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. ഹലോ ഹലോ, ഒന്ന് എണീക്കാവോ? എന്താ എന്താ ഒരു അലർച്ച കേട്ടത്? എനിക്കറിയില്ല. ഞാൻ വരുമ്പോ ആള് ഉറങ്ങുക. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ണു തുറന്നതും പ്രേതം എന്ന് പറഞ്ഞ ഒരു ഒറ്റ വിളിയായിരുന്നു. പ്രേതോ? അല്ല, പെട്ടെന്ന് പ്രിയ കണ്ടപ്പോ നിത്യമാണെന്ന് തോന്നി. ശരത്തെന്തിനാ നിത്യെ പേടിക്കുന്നത്? പേടിച്ചെന്ന് ആര് പറഞ്ഞു? പേടിക്കാതെ ആരെങ്കിലും നിലവിളിക്കോ? അത് പിന്നെ പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ അവളെ തന്നെ ഓർത്ത് കിടക്കുമായിരുന്നു. നിന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. ഈ കുട്ടിയെ കണ്ടാൽ എങ്ങനെയാ നിത്യാണെന്ന് തോന്നുന്നത്? അതാ ഞാനും ആലോചിക്കുന്നത്. ഒരു സാമ്യമില്ല. എന്നിട്ടും എനിക്കങ്ങനെ തോന്നി. എന്റെ മനസ്സിന്റെ, എന്റെ ഇഷ്ടത്തിന്റെ. ഞാൻ അത്രയ്ക്ക് നിത്യ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയത്. കിടന്നപ്പോ ഞാൻ സ്വപ്നം കണ്ട്. നിത്യയോ? അതെ. അല്ല, എന്തായിരുന്നു സ്വപ്നത്തില്? കരയായിരുന്നു. പാവം, എന്നെ പിരണ്ടി വന്നതിൽ നല്ല സങ്കടമുണ്ട്. ഓ, നിത്യക്ക്? അല്ലാതെ പിന്നെ എന്താ, സങ്കടം ഉണ്ടായിക്കൂടെ? എന്നിട്ടൊന്നുമില്ല. അല്ല, നീ എന്താ ഇവിടെ? സിദ്ധു സാറ് ഭക്ഷണം കൊണ്ടുവന്നതാ. എന്ത് ഭക്ഷണം? കഞ്ഞി. അയ്യേ, കഞ്ഞിയോ? നിനക്ക് വേണമെങ്കിൽ ചിക്കനോ മട്ടനോ ഓർഡർ ചെയ്ത് വരുത്താം. ഇതൊരു മരണ വീടല്ലേ. ഇവിടെ നോൺ വെജ് കയറ്റുന്നത് ശരിയാണോ? ശരിയല്ല. അതുകൊണ്ട് ആ മോഹം എന്റെ മോനെ മനസ്സിൽ നിർത്തം കളഞ്ഞേക്ക്. വേണമെങ്കിൽ വന്ന് കഞ്ഞി കുടിക്ക്. ഞാൻ വന്നോളാം, നിങ്ങൾ പൊക്കോ.